എല്ലാ പ്രിയ പ്രേക്ഷകർക്കും കാർഡമം പ്ലാന്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ കീടനാശിനികൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാം, നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതിനും റിസൾട്ട് കൂട്ടുന്നതിനും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഏതൊരു കൃഷിയിലാണെങ്കിലും നമ്മൾ കീടങ്ങളെ നിയന്ത്രിക്കുവാൻ വേണ്ടി കീടനാശിനികൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് കൃത്യമായ രീതിയിൽ നമ്മൾ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുവാൻ സാധ്യതയില്ല. ആദ്യം തന്നെ നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കുന്ന സമയം ഏറ്റവും പ്രധാനമാണ്. നമ്മൾ സാധാരണ രീതിയിൽ കീടനാശിനികൾ ഉപയോഗിക്കാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് രാവിലെയോ അല്ലെ വൈകുന്നേരങ്ങളിലോ ആണ്. അല്ലാതെ ഇടസമയങ്ങളിൽ ചൂട് കൂടുതലുള്ള സമയങ്ങളിൽ നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അന്തരീക്ഷത്തിൽ കലർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആ കീടനാശിനിയുടെ അളവ് കുറഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കീടനാശിനികൾ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ പറ്റിയ സമയമെന്ന് പറയുന്നത് രാവിലെയും വൈകുന്നേരങ്ങളിലുമാണ്. അതുപോലെ കാറ്റ് കൂടുതലുള്ള സമയങ്ങളിലും നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കാൻ പാടില്ല. കാറ്റ് അടിക്കാത്ത സമയങ്ങളിൽ വേണം നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കാൻ. അതുപോലെ നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ കീടനാശിനികൾ കൃത്യമായി ചെടികളിൽ പടരുവാൻ വേണ്ടി നമുക്ക് സ്പ്രെഡറുകൾ യൂസ് ചെയ്യുന്നത് കീടനാശിനികളുടെ എഫക്റ്റീവ്നെസ് കൂട്ടുവാൻ സഹായിക്കും. അതുപോലെ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ കൃത്യമായ ഡോസ് പാലിക്കുവാൻ ശ്രമിക്കുക. കൂടുതൽ ഓവർ ഡോസ് കൊടുക്കാതിരിക്കുകയും കുറഞ്ഞ ഡോസ് കൊടുക്കാതിരിക്കുകയും ശ്രദ്ധിക്കുക. കൃത്യമായ ഡോസ് പാലിച്ച് മാത്രം കീടനാശിനികൾ ഉപയോഗിക്കുക. ഇതേ കീടനാശിനികൾ തന്നെ നമ്മൾ അധിക കാലം നമ്മൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ കീടങ്ങളിൽ ഒരു റെസിസ്റ്റൻസ് ഡെവലപ്പ് ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു റെസിസ്റ്റൻസ് ഡെവലപ്പ് ആകുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഈ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ റിസൾട്ട് കിട്ടാത്ത ഒരു അവസ്ഥയുണ്ടാകും. ഇതിനെ തടയുന്നതിന് വേണ്ടി നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ ഈ കീടനാശിനികളുടെ മോഡ് ഓഫ് ആക്ഷൻ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ ഏത് ടൈപ്പ് കീടനാശിനിയാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെ മനസ്സിലാക്കിയിരുന്നതിന് ശേഷം നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ പ്രാവശ്യം നമ്മൾ ഒരു മോഡ് ഓഫ് ആക്ഷനിലുള്ള ഒരു കെമിക്കൽ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത റൗണ്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ മറ്റൊരു മോഡ് ഓഫ് ആക്ഷനിലുള്ള കെമിക്കലുകൾ ഉപയോഗിക്കുന്നത് ഈ കീടങ്ങളിൽ ഈ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നതിനെ തടയുവാൻ സാധിക്കും. അപ്പോൾ ഈ കീടനാശിനികളുടെ മോഡ് ഓഫ് ആക്ഷനും അത് ഏത് കാറ്റഗറിയിൽ വരുന്ന കീടനാശിനിയാണെന്നുള്ള ഒരു ലിസ്റ്റ് നമ്മൾ ഈ കൂട്ടത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ലിസ്റ്റ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. ഈ ലിസ്റ്റ് നോക്കിയതിന് ശേഷം കീടനാശിനികളുടെ മോഡ് ഓഫ് ആക്ഷൻ മനസ്സിലാക്കിയതിന് ശേഷം കീടനാശിനികൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഫലപ്രദമായിട്ട് ഈ പെസ്റ്റിസൈഡ് റെസിസ്റ്റൻസ് നമുക്ക് തടയുവാൻ സാധിക്കും. ഈ കീടനാശിനികളുടെ മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പം ഈ പല കീടനാശിനികളും പ്രവർത്തിക്കുന്നത് പല രീതിയിലായിരിക്കും. ചില കീടനാശിനികൾ കീടത്തിൻ്റെ നാഡീ വ്യവസ്ഥയെ ബാധിച്ചിട്ടായിരിക്കും കീടങ്ങൾ നശിച്ചു പോകുന്നത്. ചില കീടനാശിനികൾ എന്നാൽ അതിൻ്റെ ദഹന വ്യവസ്ഥയായിരിക്കും ബാധിക്കുന്നത്. ഇങ്ങനെ പല രീതിയിൽ ആയിരിക്കും ഓരോ കീടനാശിനികളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മോഡ് ഓഫ് ആക്ഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഒരു മോഡ് ഓഫ് ആക്ഷൻ ഈ റൗണ്ട് നമ്മൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത റൗണ്ട് മറ്റൊരു മോഡ് ഓഫ് ആക്ഷനിലുള്ള കീടനാശിനി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ കീടനാശിനികൾ ഉപയോഗിക്കുന്നതിന് മുന്നേ ആദ്യം നമ്മുടെ തോട്ടത്തിൽ ഇറങ്ങി നോക്കുക കീടത്തിൻ്റെ ആക്രമണം എത്രത്തോളം ഉണ്ട് എന്ന്. കീടത്തിൻ്റെ ആക്രമണം തുടങ്ങുന്ന സമയത്ത് തന്നെ കീടത്തിൻ്റെ നിയന്ത്രണത്തിന് ശ്രമിക്കുക. അല്ലാതെ ആക്രമണം വളരെയധികം കൂടിയതിന് ശേഷം നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ലഭിക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ കീടത്തിൻ്റെ ആക്രമണം തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ നിരീക്ഷിച്ച് കീടനാശിനികൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ കീടനാശിനികൾ സ്പ്രേ ചെയ്യാനുള്ള നോസിലും മറ്റു കാര്യങ്ങളും എല്ലാം എപ്പോഴും കാലിബ്രേറ്റ് ചെയ്ത്, അതായത് വൃത്തിയായും അതുപോലെ തന്നെ അത് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നും നമ്മൾ വിലയിരുത്തി വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഒരു ഈക്വലായിട്ടുള്ള ഒരു കീടനാശിനിയുടെ ഡിസ്ട്രിബ്യൂഷൻ സാധ്യമാകണമെന്നില്ല. അതുപോലെ നമ്മൾ കീടനാശിനികൾ സെലക്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ ആ ഒരു കീടത്തിനനുസരിച്ച്, അതായത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു കീടനാശിനി ഉപയോഗിക്കണോ അതോ ട്രാൻസ്ലാമിനാർ ആക്ഷൻ ഉള്ള ഒരു കീടനാശിനി ഉപയോഗിക്കണോ അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് ആയിട്ടുള്ളൊരു കീടനാശിനി ഉപയോഗിച്ചാൽ മതിയോ എന്നുള്ളത് നമ്മൾ കീടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യുക. നമുക്കറിയാം ഈ പഴയ കീടനാശിനികളൊക്കെ ഒരു ബ്രോഡ് സ്പെക്ട്രം, അതായത് എല്ലാ കീടങ്ങളെയും നശിപ്പിക്കുന്ന തരത്തിലുള്ള കീടനാശിനികളായിരുന്നു. എന്നാൽ പുതിയ ടൈപ്പ് കീടനാശിനികൾ വരുന്നതൊക്കെ ഒരു കീടങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കീടനാശിനികളാണ്. ഒരു ഇൻസെക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു
കീടനാശിനികളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കീടനാശിനികൾ ഉപയോഗിക്കുന്നത് നമ്മുടെ മിത്ര കീടങ്ങളും മറ്റും നശിച്ചു പോകാതിരിക്കുവാൻ ഉപകരിക്കും. അതുപോലെ കീടനാശിനികൾ ഉപയോഗിച്ച് കീടനിയന്ത്രണം നടത്തുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത്. ഈ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളതിനകത്ത് കീടനാശിനികൾ മാത്രമല്ല, അതുപോലെ മറ്റ് മാർഗ്ഗങ്ങളിൽ കൂടെയും നമുക്ക് എങ്ങനെ കീടങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുമോ ആ മാർഗ്ഗങ്ങൾ കൂടി ഉൾപ്പെടുത്തുക. അതുപോലെ നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വെയിറ്റിംഗ് പീരീഡ് ഏറ്റവും പ്രധാനമാണ്. നമ്മൾ കീടനാശിനികൾ ഉപയോഗിച്ച് വിളവെടുപ്പിന് മുന്നേ എത്ര ദിവസം നമ്മൾ കാത്തു നിൽക്കണമോ ആ പീരീഡ് നമ്മൾ കൃത്യമായി പാലിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ വിളവിൽ ഈ കീടനാശിനികളുടെ അംശം ഇല്ലാതെ വരുന്നതിന് നമ്മളെ സഹായിക്കും. അപ്പോൾ കീടനാശിനികൾ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുവാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെപ്പറ്റി ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ഈ കാർഡമം പ്ലാന്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.